Yo guys, welcome back to another brand new video. സോ നമ്മളിവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം യൂറോ യു എസ് ഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു രണ്ട് ട്രേഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയും ഒന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് ട്രേഡ്സും ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള കാരണം, അതുപോലെ രണ്ടാമത്തെ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ആ ഒരു ട്രേഡും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫോർവേഡ് ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇന്നലെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 4 FEG ഹോൾഡ് ചെയ്തിട്ടായിരുന്നു മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ഞാൻ ലോങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ഏരിയയിൽ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതും അതുപോലെ 5 മിനിറ്റിൽ എന്ത് കൺഫർമേഷൻ ആണ് സിൽവർ ബുള്ളറ്റ് സമയത്ത് തന്നതെന്നുള്ളതും ജസ്റ്റ് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, സോ 50 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് നമ്മളൊരു ബുള്ളിഷ് മാനറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 50 മിനിറ്റിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിൽ 1 അവറിലൊരു FVG ഉണ്ടായിരുന്നു. ആ ഒരു FVG ഹോൾഡ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഏഷ്യൻ ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്യുന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിൽ ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ട്രേഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് 5 മിനിറ്റിലേക്ക് വരാം. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഒരു വെർട്ടിക്കൽ ലൈന്, ഇതാണ് നമ്മളെ സിൽവർ ബുള്ളറ്റ് ലണ്ടൻ ഓപ്പണിങ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചത് നോക്കാം. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, സിൽവർ ബുള്ളറ്റ് ഹവറിൽ അല്ലാതെ അതിന് മുന്നേ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു 1 അവർ FEG ഇവിടുന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഒരു മൂവ്മെന്റ് വന്നു. ഓക്കെ, സോ അതിന് ശേഷം ആ ഒരു ഏരിയ വീണ്ടും എന്ത് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു, അടുത്തൊരു മൂവ്മെന്റ് ലൈക്ക് ഒരു ഇമ്പൾസീവ് ലെഗ് മേലോട്ടേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമ്പൾസീവ് ലെഗ് വന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു FEG ഇവിടുന്ന് തിരിച്ചു വന്ന സമയത്ത് ഈ ഒരു ലോങ് ആയിരുന്നു ആക്ച്വലി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലോണിൻ്റെതായ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടാർഗറ്റ് ഒബ്വിയസ്ലി ഈ ഒരു ഏഷ്യൻ്റെ ഹൈ ആയിരുന്നു. ഇവിടെ ഈക്വൽ ഹൈസ് ഉണ്ടായതുകൊണ്ടായിരുന്നു ആ ട്രേഡ് എടുക്കാനുണ്ടായിരുന്ന ഒരു മെയിൻ റീസൺ തന്നെ. ഓക്കെ, പക്ഷേങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യേണ്ടായത്. സോ അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യേണ്ടായിട്ടുള്ള മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 50 മിനിറ്റിലെ ആ ഒരു ഓർഡർ ഫ്ലോ നോക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാതെ ആയിരുന്നു എന്ത് ചെയ്തത്, ഇവിടുന്ന് ആ ഒരു ട്രേഡ് എടുത്തത്. ആക്ച്വലി ഈ ഒരു 50 മിനിറ്റ് ഓർഡർ ഫ്ലോ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു 1 അവർ ഡിമാൻഡ് ഹോൾഡ് ചെയ്തു എന്നുള്ള എക്സ്പെക്ടേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഓക്കെ, ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 5 മിനിറ്റിൽ അടുത്തൊരു സെറ്റപ്പ് വീണ്ടും ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ കാണാൻ കഴിയും മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയ സമയത്ത് നമുക്കിവിടെ അടുത്തൊരു MS താഴോട്ടേക്ക് വന്നു. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ബ്രേക്ക് തന്നു. സോ ഈ ഒരു ബ്രേക്ക് തന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു FEG ഇവിടെ ഫോം ചെയ്തിട്ടായിരുന്നു 5 മിനിറ്റിൽ. ഓക്കെ, സോ രണ്ടാമതെടുത്തുണ്ടായിരുന്ന ട്രേഡ് ഈ ഒരു ഷോർട്ട് ആയിരുന്നു. ഈ ഒരു ഏരിയ FEGന്റെ 50% ലെവലിൽ നിന്ന് ഷോർട്ട് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ മേലായിരുന്നു കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1:2 ലെവലിലായിരുന്നു അടുത്ത ആ ഒരു ട്രേഡ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ട്രേഡ് ക്ലിയർലായിട്ട് അവിടെ TP ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഫസ്റ്റ് എന്ത് ചെയ്തു, ആ 1 അവർ ഡിമാൻഡ് ഹോൾഡ് ചെയ്ത സമയത്ത് ഇവിടുന്ന് കറക്റ്റ് ലണ്ടൻ ഓപ്പണിങ്ങിൽ താഴോട്ടേക്ക് വന്നു. അതിൻ്റെ ശേഷം മാർക്കറ്റ് കാണാൻ പറ്റും ഒരു ഇമ്പൾസീവായിട്ട് എന്ത് ചെയ്തു, മേലോട്ടേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇമ്പൾസീവ് മൂവ്മെന്റ് ഒരു കണ്ടിന്യൂഷൻ ആണ് എന്നുള്ള എക്സ്പെക്ടേഷനിൽ എന്ത് ചെയ്തു, ഈ ഒരു FEGന്ന് ഒരു ട്രേഡ് എടുത്തു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു FEG ഹോൾഡ് ചെയ്യാതെ നേരെ താഴോട്ടേക്ക് വന്നു. ഓക്കെ, സോ രണ്ടാമത് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ട്രേഡ് റോങ് ആണ് എന്ന് മനസ്സിലാക്കി മാർക്കറ്റ് സ്ട്രക്ചർ വീണ്ടും എന്ത് ചെയ്തു, താഴോട്ടേക്ക് നമുക്കൊരു കൺഫർമേഷൻ തന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ആ ഒരു ബ്രേക്കിന് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ബ്രേക്ക് ചെയ്ത സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു FEG എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും മാർക്ക് ചെയ്തു. ആ ഒരു ഏരിയയിലേക്ക് തിരിച്ചു വന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ അവിടുന്ന് വീണ്ടും എന്ത് ചെയ്തു, ട്രേഡ് എടുക്കാനുണ്ടായത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്ത് നോക്കാം. സോ അവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു
ബ്രേക്ക് തന്നു. ഓക്കെ, സോ നമ്മൾ ആ ലണ്ടൻ ഹവേഴ്സിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യമൊക്കെ സംഭവിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി അവിടുന്ന് എൻട്രി എടുക്കാൻ കഴിയും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെയായിരുന്നു എൻട്രി. നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഹൈൻ്റെ മേലെ സ്റ്റോപ്പ് ലോസ് ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും, 1:2 ആയിരുന്നു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ലെറ്റ് സി, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈസി ആയിട്ട് ഒരു എൻട്രി ടാപ്പ് ചെയ്തു. നമുക്ക് അതിൻ്റെ ശേഷം ഈസി ആയിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റിലൂടെ TP ഹിറ്റ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഇതായിരുന്നു ആ 2 ട്രേഡ്സ്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രേഡാണ്, കാണാൻ പറ്റും. ലണ്ടനിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സിൽവർ ബുള്ളറ്റ് കൺഫർമേഷൻ നോക്കി. പക്ഷേ ഫസ്റ്റ് ട്രേഡ് നമുക്ക് റോങ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ റോങ് ആയിട്ടുള്ള റീസൺ നമ്മൾ നോക്കി. സോ അടുത്തൊരു കണ്ടിന്യൂഷൻ ട്രേഡ് എന്ത് ചെയ്തു, നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടായത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.